പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്റ്റിൽ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന സെക്ഷനെ കുറിച്ചാണ്. ഈ സെക്ഷൻ എഫക്റ്റീവ് ആകുന്നത് ഒക്ടോബർ 1, 2020 മുതലാണ്. ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സെയിൽ ഓഫ് ഗുഡ്സിന് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സപ്ലൈ ഓഫ് സർവീസസ് ഈ സെക്ഷന് പുറത്താണ്. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ സപ്ലൈ ചെയ്യുന്നവർക്ക് ഈ സെക്ഷൻ ബാധകമായിരിക്കുന്നതല്ല. This provision is applicable only if the turnover, sales, collection in the previous year exceeds 10 crore rupees. ഏതെങ്കിലും ടാക്സ് പേയറുടെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ കളക്ഷൻ 10 കോടിയിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആണ് അവർക്ക് ഈ പുതിയ സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി this section is applicable only if the collection including advances from a customer exceeds rupees 50 lakhs during the financial year. കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻസ് അത് ഈ വർഷം ഒക്ടോബറിന് ശേഷമുള്ളതാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ ഏപ്രിൽ 1 മുതലുള്ളതായിരിക്കും. 50 ലക്ഷം രൂപയിൽ കൂടിയാൽ മാത്രമേ ഈ നിയമം ടാക്സ് പേയർക്ക് ആപ്ലിക്കബിളായിട്ട് വരികയുള്ളൂ. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു ടാക്സ് പേയറുടെ കഴിഞ്ഞ വർഷത്തെ സെയിൽ 10 കോടിയിൽ കൂടുതലുണ്ട്. പക്ഷേ ഒരു കസ്റ്റമർ പോലും 50 ലക്ഷത്തിൽ കൂടുതൽ ഗുഡ്സ് വാങ്ങിക്കുകയോ 50 ലക്ഷത്തിൽ കൂടുതൽ കളക്ഷൻ നമുക്ക് തരികയോ ചെയ്യുന്നില്ല എങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് ആ ടാക്സ് പേയർ ഔട്ടായിരിക്കും. അപ്പോൾ 2 കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ള സെക്ഷൻ 206C(1)(h) എന്നത് ഒരു ടാക്സ് പെയറിന് ആപ്ലിക്കബിളായിട്ട് വരികയുള്ളൂ. 1, കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 10 കോടിയിൽ കൂടുതലായിരിക്കണം. 2, ഏതെങ്കിലും ഒരു കസ്റ്റമർ 50 ലക്ഷത്തിൽ കൂടുതൽ തുക നമുക്ക് കളക്ഷനായിട്ട് അല്ലെങ്കിൽ 50 ലക്ഷത്തിൽ കൂടുതൽ രൂപ നമുക്ക് റിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നിയമം ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. ഈ നിയമം ശരിക്കും സെയിൽസിൻ്റെ ബേസിലുള്ളതല്ല, പിന്നെയോ അത് കളക്ഷൻ്റെ ബേസിലുള്ളതാണ്. ആക്ച്വലി ദിസ് സെക്ഷൻ ഈസ് ആപ്ലിക്കബിൾ നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് സെയിൽസ് ബട്ട് ഓൺ ദി ബേസിസ് ഓഫ് കളക്ഷൻ ഡ്യൂറിങ് ദി ഇയർ. അതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ വർഷം ഒരു പാർട്ടിക്ക് നമ്മൾ 1 കോടി രൂപയുടെ സെയിൽ നടത്തി. ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് 1 കോടി രൂപയുടെ സെയിൽ നടത്തി. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ടേൺ ഓവർ 10 കോടിയിൽ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെക്ഷൻ എനിക്ക് ആപ്ലിക്കബിൾ ആകണം. പക്ഷെ ഞാൻ സെയിൽ നടത്തിയ 1 കോടി രൂപയ്ക്ക് സെയിൽ നടത്തിയ പാർട്ടി എനിക്ക് ഈ വർഷം തരുന്നത് 40 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ ഞാൻ ഈ സെക്ഷന് പുറത്താണ്. കാരണം എൻ്റെ കളക്ഷൻ 50 ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്നില്ല എന്നതുകൊണ്ട്. അപ്പോൾ സെയിൽസ് അല്ല ഇതിൻ്റെ ഈ സെക്ഷൻ ഒരു ടാക്സ് പേയർക്ക് ആപ്ലിക്കബിൾ ആണോ എന്ന് നിശ്ചയിക്കുന്നത് സെയിൽസിൻ്റെ ബേസിലല്ല, പിന്നെയോ കളക്ഷൻ്റെ ബേസിലാണ്. ഈ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. സോ ചാർജിങ് TCS on sales invoice is one option and the other option is to issue debit note to the customer when the collection exceeds the threshold limit. ഇപ്പോൾ ഇതിനകത്ത് വരുന്നൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഓരോ സെയിൽസ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനകത്ത് TCS എന്നുള്ള ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യണമോ, അതെയോ നമ്മളുടെ കളക്ഷൻ ഒരു പർട്ടിക്കുലർ പാർട്ടിയിൽ നിന്നും 50 ലക്ഷം രൂപയിൽ കൂടുന്ന സമയത്ത് അവർക്കൊരു ഡെബിറ്റ് നോട്ട് കൊടുക്കുകയാണോ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടോ നിലവിലുണ്ട്. 2 പോയിന്റിനും അതിൻ്റേതായ മെച്ചങ്ങളും ദോഷങ്ങളുമുണ്ട്. അപ്പോൾ ഇതുപോലെ പല ഓപ്ഷൻസും ഈ സെക്ഷൻ കംപ്ലൈ ചെയ്യാനായിട്ട് അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പേരെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്.
അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ കളക്ഷൻ 50 ലക്ഷം രൂപയിൽ കൂടും എന്ന് കരുതുന്നവർക്ക് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് TCS കൂടി ആഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ആ ഓപ്ഷനാണ് നമ്മളിന്നിവിടെ ടാലിയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ വിഷയം ഇതെങ്ങനെ ടാലിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. നമുക്ക് ടാലിയുടെ സെറ്റിങ്ങിനെ കുറിച്ച് വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞതിന് ശേഷം ടാലിയിലേക്ക് പോയി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ടാലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ ടു ഡു TCS സെറ്റിംഗ്സ് ഇൻ ടാലി, ഞാനിത് വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. വിശദമായിട്ട് ടാലിയിൽ തന്നെ പോയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആക്ടിവേറ്റ് TCS ഇൻ ടാലി. അതിനുശേഷം ഐറ്റം മാസ്റ്ററിൽ പോയി ഈസ് TCS ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷനിൽ പോയി ആപ്ലിക്കബിൾ നാക്കുക. എന്നിട്ട് ക്രിയേറ്റ് നേച്ചർ ഓഫ് ഗുഡ്സ് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക. അവിടെ സെക്ഷൻ 206C എന്ന് കൊടുക്കുക. റേറ്റ് 0.075 കൊടുക്കുക. വിത്ത് പാൻ, വിത്തൗട്ട് പാൻ ആണെങ്കിൽ 1% കൊടുക്കുക. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 0.1% ആണ്. TDSനും TCSനും കൊറോണ പാൻഡമിക്കിൻ്റെ ഒരു കെയർ ഓഫിൽ 25% ഡിസ്കൗണ്ട് അനുവദിച്ചതുകൊണ്ടാണ് 0.1% എന്നത് 0.075% ആയിരിക്കുന്നത്. അപ്പോൾ ആ കൺസെഷൻ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും 0.1% ആയിട്ട് മാറുന്നതാണ്. ഇനി സെലക്ട് TCS ആപ്ലിക്കബിൾ ആൻഡ് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ദി ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട്സ്. അപ്പോൾ താഴെ പറയുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് TCS ആപ്ലിക്കബിൾ ആക്കുക. എന്നിട്ട് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ ലെഡ്ജറിനാണ്? സെയിൽസ് ലെഡ്ജറിന് വേണം, കസ്റ്റമർ ലെഡ്ജറിന് വേണം, IGST ഓൺ ഔട്ട്പുട്ട് ടാക്സിന് വേണം, CGST ഓൺ ഔട്ട്പുട്ട് ടാക്സിന് വേണം, SGST ഓൺ ഔട്ട്പുട്ട് ടാക്സിന് വേണം. ഈ ഔട്ട്പുട്ട് ടാക്സിനും കൂടി TCS ആപ്ലിക്കബിൾ ആക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ TCS കളക്ട് ചെയ്യുന്നത് സെയിൽ വാല്യൂവിലല്ല, അല്ലെങ്കിൽ സെയിലിൻ്റെ ടാക്സൽ വാല്യൂവിലല്ല, കളക്ഷൻ്റെ ബേസിലായതുകൊണ്ടാണ് നമ്മൾ GSTക്ക് കൂടി TCS ആപ്ലിക്കബിൾ ആക്കുന്നത്. കാരണം നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് സെയിൽ വാല്യൂ പ്ലസ് GST എമൗണ്ട് ആണ് നമ്മുടെ കളക്ഷൻ. അത് ശ്രദ്ധിക്കുക. ഇനി സെയിൽസ് ഡേറ്റ എൻട്രി ചെയ്യുന്ന സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനിൽ പോയിട്ട് അലോ മോഡിഫിക്കേഷൻ ടാക്സ് ഡീറ്റെയിൽസ് ഫോർ TCS എന്നുള്ളിടത്ത് യെസ് കൊടുക്കുക. എന്നിട്ട് വെൻ TCS നേച്ചർ ഓഫ് ഗുഡ് സ്ക്രീൻ അപ്പിയർ ചെയ്യുമ്പോൾ ക്ലിക്ക് ഓൺ കോൺഫിഗറേഷൻ ആൻഡ് പ്രൊവൈഡ് യെസ് എഗൻസ്റ്റ് അലോ മോഡിഫിക്കേഷൻ ഓഫ് ആക്സസിബിൾ എമൗണ്ട് എന്നുള്ള കോളത്തിലും കൂടിയിട്ട് യെസ് കൊടുക്കുക. ഇത് ടാലിയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത്രയുമാണ് സെയിൽസിൽ ചെയ്യേണ്ടത്. പർച്ചേസിൽ ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പർച്ചേസിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു സെറ്റിങ്സിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ സെയിൽ നടത്തിയ ആളാണ് സെറ്റിങ്സ് നടത്തേണ്ടത്. പർച്ചേസ് നടത്തുമ്പോൾ നമ്മുടെ പർച്ചേസ് ഇൻവോയ്സിനകത്ത് ഒരു TCS എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് മിക്കവാറും സെല്ലർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആ TCS എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് TCS പെയ്ഡ് ടു സപ്ലയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ കറണ്ട് അസറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പർച്ചേസ് ഇൻവോയ്സ് ബുക്ക് ചെയ്യാൻ നേരത്ത് TCS എമൗണ്ട് ഈ പർട്ടിക്കുലർ TCS പെയ്ഡ് ടു സപ്ലയർ എന്നുള്ള ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്യുക. അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കറണ്ട് അസറ്റ് ആയിരിക്കും. അത് ഫ്യൂച്ചറിലെ ഇൻകം ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പർച്ചേസിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, സെയിൽസിലാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഇനി ടാലിയിൽ പോയിട്ട് ചെയ്യുന്നത് എന്ന്. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് TCS എന്താണെന്ന് വളരെ വിശദമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ TCSൻ്റെ ടാലിയിലുള്ള എല്ലാ സെറ്റിങ്സും വിശദമായി പഠിപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ വളരെ ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. 100 കണക്കിന് ഇൻവോയ്സ് ഒരു ദിവസം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഇത് പ്രാക്ടിക്കൽ ആവും എന്ന് തോന്നുന്നില്ല. പക്ഷേ 10 കോടി ടേൺ ഓവറുള്ളവർക്ക് ഡെയിലി 100 കണക്കിന് ഇൻവോയ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. മിക്കവാറും ഇത് ഹോൾസെയിൽ ഡീലേഴ്സിനൊക്കെ ആയിരിക്കും ഇത് ബാധകമായിട്ടുള്ളത്. പ്രത്യേകിച്ച് സിമെൻറ്റ് ഡീലേഴ്സ്, അയൺ ആൻഡ് സ്റ്റീൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർ, ആ രീതിയിൽ ബൾക്കായിട്ട് ഹോൾസെയിൽ ചെയ്യുന്നവർക്കായിരിക്കും ഇത് കൂടുതലായിട്ടും ആപ്ലിക്കബിളായിട്ട് വരുന്നത്. അതുകൊണ്ട് അവർക്ക്
പെർ ഡേ ഇൻവോയ്സുകൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും എന്നുള്ള രീതിയിലാണ് ടാലിയിൽ ഇങ്ങനെ ഒരു സെറ്റിങ്സ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ടാലിയിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടാലിയിൽ വരിക, ആദ്യമേ ഫീച്ചറിൽ പോയിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഫീച്ചറിൽ വരിക. അവിടെ TCS യെസ് എന്നാക്കി കൊടുക്കുക. അതിനുശേഷം സെറ്റ് ആൾട്ടർ യെസ് ആക്കിയതിന് ശേഷം ടാൻ രജിസ്ട്രേഷൻ നമ്പർ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. തിരിച്ചു വന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ TCS ആക്ടിവേറ്റ് ചെയ്തു. ഇതിന് ശേഷം ഐറ്റം മാസ്റ്ററിൽ വന്നതിന് ശേഷം സ്റ്റോക്ക് ഐറ്റത്തിൽ വന്ന് ആൾട്ടർ ചെയ്ത്, ഞാനിവിടെ 2 ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഐറ്റം നമ്പർ 1 അതിൽ TCS ആപ്ലിക്കബിൾ എന്നത് ആപ്ലിക്കബിൾ ആയിട്ട് കൊടുത്തു. നേച്ചർ ഓഫ് ഗുഡ്സ് എന്നുള്ളത് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഓൾറെഡി. അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് സെക്ഷൻ 206 കൊടുത്തു. വിത്ത് പാൻ 0.1% കൊടുത്തു, വിത്തൗട്ട് പാൻ 1% കൊടുത്തു. ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ അടുത്ത ഓരോ ഐറ്റത്തിലും നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ലെഡ്ജേഴ്സിൽ വന്നിട്ട് സെയിൽസ് എന്നുള്ള ലെഡ്ജറിൽ വരിക. എനിക്കിവിടെ 2 സെയിൽസ് ലെഡ്ജറാണുള്ളത്. സെയിൽസ് 12%. അവിടെ വന്നിട്ട് ഈ TCS ആപ്ലിക്കബിൾ എന്നുള്ളത് ആപ്ലിക്കബിൾ ആക്കുക. നേച്ചർ ഓഫ് ഗുഡ്സ് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ രണ്ടാമത്തെ സെയിൽസ് അക്കൗണ്ടിന് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ടിന് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർക്കും ഇത് തന്നെ ചെയ്യുക. കസ്റ്റമറിൽ വന്നിട്ട് ഈ TCS ആപ്ലിക്കബിൾ യെസ് ആക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പാൻ നമ്പർ, ഓരോ കസ്റ്റമർക്കും പാൻ നമ്പർ ഫില്ല് ചെയ്യാനായിട്ട് മറക്കരുത്. പാൻ നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമുള്ളത് നമ്മുടെ SGST ഓൺ സെയിൽസ് എന്നുള്ളത്. SGST ഓൺ സെയിൽസിൽ വന്നിട്ട് TCS ആപ്ലിക്കബിൾ ആക്കി കൊടുക്കുക. നേച്ചർ ഓഫ് ഗുഡ്സ് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് തന്നെ ആക്കി കൊടുക്കുക. ഇത് തന്നെ CGSTയിലും ചെയ്യുക. CGST ഓൺ സെയിൽസ് എന്നുള്ളതിലും ഇത് തന്നെ ചെയ്യുക. ഇനി IGST ഉണ്ടെങ്കിൽ IGST ഓൺ സെയിൽസിലും ഇത് തന്നെ ചെയ്യുക. അതുപോലെ TCS ഓൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അസറ്റ്സിൻ്റെ അടിയിൽ TCS ഓൺ പേയ്മെൻറ്റ് എന്നുള്ളത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പർച്ചേസ് ഇൻവോയ്സ് ബുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതോടുകൂടി നമ്മുടെ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഇൻവോയ്സ് ബുക്ക് ചെയ്ത് നോക്കാം. ഒരു പർച്ചേസ് ആദ്യം ചെയ്ത് നോക്കാം. പർച്ചേസ് ചെയ്തു. 1 ഒക്ടോബറിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 1 ഒക്ടോബറാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പാർട്ടി കസ്റ്റമർ സപ്ലയർ കേരളയാണ്. ഐറ്റം 1 ഒരു ഐറ്റം കൊടുത്തു. റേറ്റ് ഐറ്റം 10 കൊടുത്തു. 9 ലക്ഷം രൂപയാണ് ഐറ്റത്തിൻ്റെ വില. അപ്പോൾ 90 ലക്ഷം രൂപയാണ്. %ലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി CGST ഓൺ പർച്ചേസ് കൊടുത്തു. SGST ഓൺ പർച്ചേസ് കൊടുത്തു. ഇനി TCS ഓൺ പേയ്മെൻറ്റിൽ കൊടുത്തു. അത് നമ്മുടെ പർച്ചേസ് ഇൻവോയ്സിനകത്ത് ആ ഐറ്റം ഈ സെല്ലർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. അത് എത്ര എമൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കാം. 94,50,000 രൂപയാണ്. 94,50,000
ഇൻറ്റു 0.075% എന്ന് പറയുന്നത് 7088 രൂപയാണ്. ഞാനത് സേവ് ചെയ്തു. ഇനി ഞാനൊരു സെയിൽ നടത്തുകയാണ്. സെയിൽ നടത്തുന്നു. റെഫറൻസ് നമ്പർ 1 കൊടുത്തു. സെയിൽ കസ്റ്റമർ കേരള കൊടുത്തു. ഐറ്റം 1 കൊടുത്തു. 10 ഞാൻ വിൽക്കുകയാണ്. റേറ്റ് 10 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത്. 1 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. സെയിൽസ് 5% കൊടുത്തു. ഇവിടെ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ള ലെഡ്ജർ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് കോൺഫിഗറേഷനിൽ പോയിട്ട് അലോ മോഡിഫിക്കേഷൻ ഓഫ് അസസബിൾ എമൗണ്ട് എന്നുള്ള യേസ് കൊടുക്കുക. കാരണം നമുക്ക് ഇതിപ്പോൾ ഒരു വൺ ടൈം സെയിലാണ്. ഈ പാർട്ടിക്ക് ഇനി നമ്മൾ ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യാൻ നമുക്ക് പ്ലാനൊന്നുമില്ല, അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അത് എനിക്ക് തോന്നുന്നു അത് ഞാൻ പിന്നീട് അടുത്തൊരു സെഷനിൽ പറയാം. അപ്പോൾ TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് കൊടുത്തു. 1 കോടി രൂപയ്ക്കും TCS ഉണ്ട്. അടുത്തത് CGST ഓൺ സെയിൽസ് കൊടുത്തു. അത് CGSTക്കും കൂടിയിട്ട് TCS ബാധകമാണ്. SGST ഓൺ സെയിൽസ് കൊടുത്തു. SGSTക്കും TCS ബാധകമായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു. ഇനി ഞാൻ TCS സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 7875 രൂപ എന്ന് കിട്ടി. ഈ 7875 രൂപ എന്ന് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി അറിയാൻ പറ്റും. 1 കോടി രൂപ സെയിൽ വാല്യൂ 5% ആണ്. CGST 2.5 ലക്ഷം രൂപയാണ്. SGST 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 1 കോടി 5 ലക്ഷം രൂപയാണ്. 1 കോടി 5 ലക്ഷം രൂപയുടെ 0.75% ആണ്. ഇത് 2 ഡിജിറ്റ് അലോ ചെയ്യുന്നതുകൊണ്ടാണ് 0.08 എന്ന് വന്നിരിക്കുന്നത്. പക്ഷേ 0.075% ആണ് ഓൾറെഡി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ എമൗണ്ട് ഇവിടെ വന്നത്. 7875 രൂപ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ എമൗണ്ട് ഇവിടെ വന്നത്. ഇനി ഞാനിതിനെ സേവ് ചെയ്യുന്നു. ന്യൂ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേയിൽ വന്നിട്ട് എൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുത്ത് നോക്കുകയാണ്. GST എടുത്ത് GST 1 വന്നാൽ ഇവിടെ വന്നാൽ 1 കോടി രൂപയുടെ പർച്ചേസ് ചെയ്തു. 1 കോടി രൂപയുടെ സെയിൽ നടത്തി. 5 ലക്ഷം രൂപ ടാക്സ് ഉണ്ട്. ഇവിടെ ഇൻവോയ്സ് എമൗണ്ട് 1,78,75 എന്ന് വരും. കാരണം TCS കൂടി ഇവിടെ കയറി വരുന്നുണ്ട്. അത് നോ പ്രോബ്ലം. അത് GST റിട്ടേണിലേക്ക് അത് ഫയൽ ചെയ്ത് പൊക്കോളും. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ഇനി GST 2 വന്നാൽ $90 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയാണ് ടാക്സ് എമൗണ്ട്. അത് കറക്റ്റാണ്. GST 3B വന്നാൽ $5 ലക്ഷം രൂപ നമുക്ക് ഇൻപുട്ട് ഉണ്ട്. 5 ലക്ഷം രൂപ ഔട്ട്വേർഡ് ലയബിലിറ്റി ഉണ്ട്. 4 ലക്ഷം രൂപ ഇൻപുട്ട് ഉണ്ട്. അത് കറക്റ്റാണ്. ഇനി നമുക്ക് തിരിച്ചു വന്നാൽ TCS റിപ്പോർട്ട് നോക്കിയിട്ട് ഫോം 27 EQ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. 7875 രൂപ നമുക്ക് കറക്റ്റായിട്ട് കളക്ഷനായിട്ട് നോർമൽ റേറ്റ് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പർച്ചേസ് ഇൻവോയ്സ്, ഒരു സെയിൽ ഇൻവോയ്സ് കൂടി നമുക്ക് ബുക്ക് ചെയ്ത് നോക്കാം. ഒരു വൺ ടൈം പാർട്ടിയാണെന്ന് വിചാരിച്ചോളൂ. റെഫറൻസ് നമ്പർ 2
ഞാൻ ടൈം ബീയിങ് കസ്റ്റമർ കേരള തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് വേറൊരു കസ്റ്റമറാണെന്നും മനസ്സിൽ വിചാരിച്ചോളുക. ഇവിടെ ഞാൻ ഐറ്റം 2 ആണ് കൊടുക്കുന്നത്. 10 ക്വാണ്ടിറ്റിയാണ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ടില്ല. 1 ലക്ഷം രൂപയാണ് ഒരു ഐറ്റത്തിൻ്റെ വില. 10 ലക്ഷം രൂപയാണ് സെയിൽ വാല്യൂ. 12% ആണ് ടാക്സ് റേറ്റ്. ഇവിടെ ഇത് ഒരു വൺ ടൈം സെയിലാണ്. ഈ പാർട്ടിക്ക് ഇനി ഞാൻ സെയിൽ നടത്താനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ 10 ലക്ഷം രൂപയിൽ എനിക്ക് TCS കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് വരും. ഇനി CGST ഓൺ സെയിൽസ് കൊടുക്കുക. ഇവിടെയും നോട്ട് ആപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്യുക. SGST ഓൺ സെയിൽസ് കൊടുക്കുക. ഇവിടെയും നോട്ട് ആപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ TCS സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ടാക്സ് അനാലിസിസിൽ വന്നാൽ ഇപ്പോൾ നോക്കിയാൽ കാണാം TCS ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഡിസ്പ്ലേയിൽ വന്നിട്ട് വീണ്ടും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ വന്നാൽ TCS റിപ്പോർട്ടിൽ വന്നാൽ ഒക്ടോബറിൽ വന്നാൽ കാണാം $7,875 തന്നെയാണ് വന്നിരിക്കുന്നത്. എക്സ്ക്ലൂഡഡ് ഫ്രം ട്രാൻസാക്ഷനിലേക്ക് ബാക്കി ഒരു ഇൻവോയ്സ് പോയി. 11,20,000 എക്സ്ക്ലൂഡ് ചെയ്തു. കാരണം നമ്മൾ TCS നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് അത് എക്സ്ക്ലൂഡിലേക്ക് പോയി. ഇങ്ങനെയാണ് നമുക്ക് TCS ആപ്ലിക്കബിൾ അല്ലാത്ത സെയിൽസ് ഇൻവോയ്സ് ബുക്ക് ചെയ്യേണ്ടത്. TCS ആപ്ലിക്കബിൾ ആയിട്ടുള്ളതിന് ആപ്ലിക്കബിൾ എന്ന് തന്നെ പറയുക. അതിൻ്റെ റേറ്റ്, അതിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നും ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ബേസിൽ നമുക്ക് വീണ്ടും മോഡിഫിക്കേഷൻസ് വരുത്തി കൂടുതൽ ഡെവലപ്മെൻറ്റ് ഇതിനകത്ത് വരുത്താം, കൂടുതൽ സെറ്റിങ്സ് ഇതിനകത്ത് വരുത്താം, നമ്മുടെ ആവശ്യാനുസരണം മാറ്റാം. ഇത് വെറും ബേസിക് ഐഡിയ മാത്രമാണ് ഈ വീഡിയോയിലൂടെ തന്നത്. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് TCS സെറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പർച്ചേസിന് പ്രത്യേകിച്ച് സെറ്റിങ്സിൻ്റെ ആവശ്യമില്ല, സെയിൽസിൻ്റെ സെറ്റിങ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി GSTയിലേക്ക് ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. ആകെ വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂവിനകത്ത് ഒരു ഡിഫറൻസ് വരും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ ചേഞ്ചസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. GST ആയിട്ട് യാതൊരു കണക്ഷനുമില്ല. ഈ പറയുന്ന TCS എന്ന് പറയുന്നത് GST TCS അല്ല, ഇൻകം ടാക്സിൻ്റെ TCS ആണ്. അപ്പോൾ ഇനിയും വീണ്ടും വേറൊരു വിഷയമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.